കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാനേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണം നാണം നാണലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. ഓ യാ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. തുടങ്ങിയോ? എടാ ഇങ്ങനെ ഇരുന്നാലേ ആസനത്തിനകത്ത് ആല് മുളയ്ക്കും. മുളക്കട്ടമ്മേ, അല്ലാകുമ്പോ നമുക്ക് മുറിച്ച് വിൽക്കാം. ഇപ്പം വിറകിനൊക്കെ എന്താ വിലയാണെന്നറിയോ? ദൈവമേ, ഇവനെ കിട്ടുന്നൊക്കെ നാട് കടത്തിയാലോ എന്ന് ആലോചിക്കാം ഞാൻ. എങ്ങോട്ടോ? എങ്ങോട്ടെങ്കിലും. എവിടെ പോയാലും ഞാൻ വൈകിട്ട് ഇനി അമ്മയെടുത്ത് തിരിച്ചു വരും. അതെ, ഇവിടെ ഒരു പാവം പെണ്ണുണ്ടല്ലോ, അതുകൊണ്ടാ ഞാനിപ്പോ അങ്ങനെയൊന്നും ചെയ്യാത്ത. എന്താ അമ്മയ്ക്ക് ഇപ്പൊ പ്രശ്നം? ഞാൻ ജോലിക്ക് പോകാത്തോണ്ട്. അതെ. ആ ദേ, എന്റെ മാത്രം പ്രശ്നമുള്ളത്, ഇവളുടെ പ്രശ്നം അത് തന്നെയാണ്. എന്തിനാ അമ്മ പോത്തിനോട് വേദം? ഇവിടെ വിടാ പോത്ത്. നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചേ? ആ, ഞാൻ സിംഹമല്ലയോ? സിംഹവാലൻ കോരങ്ങ. അയ്യോ, സിംഹവാലൻ കുരങ്ങന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തു. മോനോലി, ഈ സിംഹവാലൻ കുരങ്ങയും വംശനാശ ഭീഷണിയിലാന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? കൊടുക്കടി പറയണ്ട, നീ കഴിച്ചുകൊണ്ടിരിക്കണ്ട, ഒറ്റ എണ്ണം കൊടുക്ക. നിങ്ങൾക്കൊരു വിവരമില്ല. ഈ മഴക്കാലത്ത് നമ്മൾ മഴക്കാലോ? നല്ല വെയില്. നോക്ക്, വെയിൽ കാലത്ത് നമ്മൾ ഉമ്മറത്തിരുന്ന് ഈ കപ്പലിൽ നിന്നുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ അത് ഓഫീസിൽ ചെന്നാൽ അത് കിട്ടത്തില്ല. ഓ, ഇവൻ നന്നാവാനൊന്നും പോകുന്നില്ലടി. അമ്മ, ഞാൻ ഈ ജോലിക്ക് പോകത്തേ എന്തുകൊണ്ടാന്ന് അമ്മയ്ക്ക് അറിയാവോ? കപ്പലിന് എണ്ണാൻ വേണ്ടിട്ട് അല്ല, പിന്നെ അതെ, ഞങ്ങളുടെ ഓഫീസിൽ മിക്കവാറും എല്ലാവരും കൈക്കൂലിക്കാരാ. അത് ഞാൻ മാത്രമേ ഉള്ളൂ കൈക്കൂലി വാങ്ങിക്കാത്തത്. അവരുടെ ഇടയിൽ ഇരിക്കാൻ എനിക്ക് വലിയ വിഷമം. അത് കൈക്കൂലി വാങ്ങിക്കുന്ന കാണുന്നത് തന്നെ എനിക്ക് വലിയ വിഷമം. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്ന് കിടന്നങ്ങ് ഉറങ്ങിക്കും. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് പറ്റത്തില്ല. ദേ, ഓരോന്നും പറഞ്ഞിങ്ങനെ ഒഴിവൊഴിവ് പറയല്ലേ. എന്റെ അമ്മയ്ക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇനി ഞാനൊരു സത്യം പറയാം. ഞാൻ ജോലിക്ക് പോകാത്ത എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് വേണ്ടി. അമ്മായി അമ്മസ്യ മരുമോളസ്യ നിരന്തരം തമ്മിൽ വഴക്കസ്യ ഒരാൾ ദൃഢങ്കാലപുരി പോകസ്യ എന്നാണല്ലോ. ഇത് എന്റെ സംസ്കൃതം. എന്ന് വെച്ചാ പിന്നെ ഈ രണ്ടുപേരും നിരന്തരം ഇങ്ങനെ വഴക്കിട്ട് കഴിയുകയാണെങ്കിൽ ഒരാൾ കാലപുരി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്തത്. എടാ, ഞങ്ങള് തമ്മിൽ നിരന്തരം ഇവിടെ വഴക്കടിക്കാറുണ്ട്, പക്ഷെ തമ്മിൽ തല്ലി ചാവാറൊന്നുമില്ല. അത് ഞാനിവിടെ ഉണ്ടായണ്ടാ. ഓ, പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ അർജുനന്റെ തലയിടണ്ട. എന്നിട്ട് വേഗം ജോലിക്ക് പോകാൻ നോക്കിയേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പോകാൻ എഴുന്നേറ്റ്. നിങ്ങൾ വഴക്ക് കൂടത്തിൽ സത്യം ചെയ്താ ഞാൻ ആഫീസിൽ അത് നടക്കത്തില്ല. നിങ്ങൾ ആദ്യം നന്നാകും, അത് കഴിഞ്ഞ് ഞാൻ നന്നാകാം. എനിക്ക് ഓഫീസിൽ ഇരുന്ന് ഒരു മനസ്സമാനവും കിട്ടുന്നില്ല. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, സത്യം ചെയ്തേക്കാം. ഞങ്ങൾ തമ്മിൽ ഇനി ഒരു കാരണത്തിനും വഴക്കടിക്കത്തില്ല. സത്യം. മതി മതി, പോ, എഴുന്നേറ്റ് വേഗം പോ. എഴുന്നേറ്റ് പോവാൻ, പോയി കുളിക്കണം. ഞാനിത് കഴിച്ചിട്ട് മാറിക്കോളാം. നമ്മള് പോയിട്ടാണല്ലോ ഇവർക്ക് തുടങ്ങാൻ. എന്ത് തുടങ്ങാൻ? നിങ്ങൾ ഞങ്ങളെ പറ്റി എങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അമ്മേ, വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞോ? എത്ര നേരത്തെ? ഒരെണ്ണം മതി മോളെ. ഇതാ ഗോതമ്പ് പൊടിയും മാവും കൂടെ കൂട്ടി കലർത്തിയതല്ലേ. ചിരിക്കുന്ന കളിയാക്കി. ചമ്മന്തി വേണം, സാമ്പാർ വേണം? ചമ്മന്തി. വെള്ളം കൂടിപ്പോയോ മോളെ? ചമ്മന്തിയിൽ ഇച്ചിരി കൂടിപ്പോയമ്മേ. നീട്ടി അങ്ങനെ എന്റെ മക്കള് കഴിക്കും. ഇത്രയ്ക്ക് അങ്ങ് സ്നേഹം വേണ്ടായിരുന്നു. നീ ഓഫീസിൽ പോകാൻ വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാ. ഡാഡി ഇന്ന് ഓഫീസിൽ പോവാണോ? എന്താടി ഒരു പുച്ഛം? ആദ്യമായിട്ട് കുട്ടികളെ സ്കൂളിൽ പോകുന്നവരുണ്ട്.
അല്ല ഡാഡി ഇന്ന് ഓഫീസിൽ പ്രവേശനോത്സവം ഉണ്ടോ? വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം വിവരങ്ങൾ. മതി മനസ്സിലധികം കാണിക്കാതെ പോയേ. ഞാൻ വൈകിട്ട് വരുമ്പോ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എവിടെ പോകാനാ? അല്ല ഒന്നൊന്നിനെ ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞതാ. വെള്ളച്ചിലധികം പറയാതെ പോകാനാ പറഞ്ഞത് എന്നോട്. പോടാ കിടന്ന പോണല്ലേ? പറയാ പോരെ. പറയൂ പോവാനാ. പോ. കഥ തുറന്നു പോണേ. അമ്മേ പോയില്ലയോ? പെട്രോൾ അടിക്കാൻ കാശില്ല. പെട്രോൾ വേണ്ട, നടന്നു പോ. ഇന്ന് വണ്ടി കൊണ്ടുപോണ്ട. ഇങ്ങനെ എന്നും അങ്ങ് പോയാ മതിയായിരുന്നു. നിങ്ങളും എന്നും ഇങ്ങനെ സ്നേഹത്തിൽ പോയാൽ മതിയായിരുന്നു. നീ പോയി കൈ കഴുകുക. അധികം വിളവ് വർത്താനം പറയാം. ഒരു പെണ്ണെ, നീയാണോ ഈ ചമ്മന്തിക്ക് ഉപ്പ് ചേർത്ത്? മുഴുവനും ഉപ്പ. അത് വേണേ തിന്നാ മതി. വേണേ തിന്നാ മതിയെന്നോ? അത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചായിരിക്കണം. എന്റെ വീട്ടുകാരെ പറഞ്ഞു പിന്നെ വേണം തിന്നാൻ ആരാണ് തിന്നാൻ? കഴിക്കുമ്പോൾ സ്വസ്ഥ വരികയെന്ന് പറഞ്ഞ് എന്റെ കഷ്ടമാണ്. എന്നാ പിന്നെ അതെല്ലാം കൂടെ കൊടുത്തിട്ട് പോ. ഞാൻ എന്തോ തിന്നണം. അവിടെ ഒരു വീട്ടുകാര്. ഹലോ അർജുൻ ഭായ്, ആ കാലത്ത് വെച്ച് പിടിച്ച് അങ്ങോട്ടാ? സമയമില്ല, ആഫീസിൽ പോണം. ആഫീസിലേക്കോ? ഈ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയൊക്കെ ആർക്ക് വേണം? അതൊക്കെ പൂട്ടി വീട്ടിൽ ഇരിക്കാൻ പറ. അയ്യടാ, നല്ല കൂട്ടുകാര്. കമലാസനെ കുറെ കാലം കൂടി ഞാൻ ഇന്ന് ആഫീസിൽ പോവുക. അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതിന് പകരം ഇങ്ങനാണോ? നിങ്ങൾ ഞങ്ങളെ കൂടെ അങ്ങോട്ട് പോരുന്നേ. ആ, ഞങ്ങളെ കൂടെ കുറച്ച് മീൻ പിടിച്ചോളി. ആ. ഇന്നലത്തെ മഴയ്ക്ക് വന്ന നല്ല അടിപൊളി മീനുണ്ട്. കമലാസനെ ഇതാരാ? ഇത് പറയാൻ മറന്നുപോയി. എന്റെ ചങ്ങാതിയാ, പേര് ബേബാൻ. ഗൾഫിലായിരുന്നു, ഇപ്പൊ മീൻ പിടുത്ത. പരിചയപ്പെട്ട വലിയ സന്തോഷം. അപ്പൊ ഞാൻ പോട്ടെ, പിന്നെ കാണാം. അതെന്തൊരു പോക്ക, ഇങ്ങോട്ട് വന്നു. സമയമില്ല. ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു പറഞ്ഞില്ലേ? ഇല്ല, വലയേറി ഞാൻ പിടിക്കും. ബാക്കി അല്ല, നമുക്ക് കമ്പനി ആക്കാൻ. ഈ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടും ഞങ്ങളുടെ കൂടെ കൂട്. ഇതൊക്കെ അല്ലേ ഒരു ഹോബി. അയ്യോ കമലാസന, അമ്മ അറിഞ്ഞ? പിന്നെ അമ്മ അറിയാൻ പോവില്ലേ? നാണം കെട്ട വർത്താനം പറയില്ലല്ലോ. അതെ, നീ വന്നേ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ആത്മാർത്ഥമായിട്ടേ പറയാവുള്ളൂ. ജോലിക്ക് പോണമെന്നുണ്ടോ? ഇല്ല ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ എങ്ങനെ നിക്കേ. 2 ദിവസം ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാനില്ല. എന്റെ കമലാസന അങ്ങനെ 2 ദിവസം അല്ലല്ലോ, പിന്നെ 360 ദിവസം ഞാൻ ലീവ്. ആകെ പോന്ന 2 ദിവസം. എടോ, ഈ വലിയ ബലം പിടിക്കല്ലേ. എടോ, ഞാൻ പറയണമെന്ന് കേക്ക്. കിട്ടണ മീനൊക്കെ ഈ അങ്ങോട്ട് എടുത്തോ. എടുത്തു. രാത്രി അത് കഴിക്കാനാവണ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് വരാം. വന്നാ പോരെ, മനസ്സിലായ കാര്യങ്ങൾ. ഈ ഒരു ദിവസം ജോലിക്ക് പോയാലേ ആവറേജ് എന്നാ കിട്ടും? അത് പിന്നെ ഒരു 850 രൂപ ഒക്കെ കിട്ടും. ഇവിടെ 1500 ഉറുപ്പ്യന്റെ മീൻ കിട്ടും. പിന്നെ എന്റെ ജോലി. അല്ല, അത് ബലവാന. അമ്മയും ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ്. പിന്നെ അമ്മയും ഭാര്യ ഇത് അറിയാൻ പോവല്ലേ? ഓഫീസിൽ വിടുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടുന്ന മീനുമായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക. അവരറിയാൻ പോകുന്നോ? പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോണ കാലത്തെ എന്താ പരിപാടി എന്നറിയാം? നേരെ സ്കൂളിലേക്കാന്ന് പറഞ്ഞിട്ട് നേരെ എന്താ ചെയ്യുക, ആചാര പറമ്പിലേക്ക് ഒരു പോക്ക. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആചാര പറമ്പിൽ ഇരിക്കും. ആ തെങ്ങയിലുള്ള കംപ്ലീറ്റ് കരിക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് എന്താ പരിപാടി, സ്കൂള് വിടാൻ നേരത്ത് നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. അവിടെ കയറി ചെല്ലുക. അവിടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അമ്മയുടെ ഒക്കെ ബഹളമാ. മോളി വന്ന് കുളി, സ്കൂളിൽ നിന്ന് ക്ഷീണിച്ച് വന്നാലേ ആഹാരം കഴി. ഇതൊക്കെയുള്ള ജീവിതം. ഇത്രേ ഉള്ളൂ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ബലവാനുണ്ടല്ലോ, നല്ല ഒന്നാന്തരം ഒരു കവിത ആസ്വാദകനാ. അതെ 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 അതെ, സത്യം ഞാൻ പറഞ്ഞത്. നമുക്ക് കവിതയെല്ലാം പാടി ഈ മീനും ഒക്കെ പിടിച്ച് അങ്ങനെ ഹാപ്പിയായിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് പോകാം. എന്നാ ഞാൻ റെഡി. അപ്പൊ അമ്മയും ഭാര്യയൊക്കെ അവര് പോകാൻ പറ. പോകാൻ പറ. അതാണ് മാന്യത. ബാഗ് മാറ്റി വെച്ചിട്ട് വന്നേ. എനിക്ക് അറിഞ്ഞൂടാ, വീസാൻ അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരികയല്ലേ. ഇതങ്ങോട്ടിട്ടെ. ഇത് കേറത്തില്ല. തലയല്ലോ? ഓ, ഇത് എവിടെ നിന്ന് വരുന്നത്? കയ്യിലേടാ അത്. പിടിച്ചോ. ഇനി ഇങ്ങനെ ചുറ്റി കളിക്കുക. ചെറിയ ചുറ്റികൾ മതി. ചെറുത് ചെറിയ. നീ ഇത് ഇതേപോലെ തന്നെ ചുറ്റി പിടിക്കും. ഇങ്ങനെ വീശ. ഇത്രയുള്ള സംഭവം. There was no printing press in those days, so scribes copied manuscripts by hand. നിർത്തടി, ഞാനിവിടെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നിനക്ക് അപ്പുറത്ത് വരുന്ന വായിച്ചാ എന്താ?
നിനക്കെന്താണ് മുറി പോയിരുന്ന് ഹോംവർക്ക് ചെയ്താലേ? നിനക്ക് എന്താ അകത്തുനിന്ന് വായിച്ചാ? നീ പോടാ. നീ കൂടി നീ ഇവിടെ നിന്ന് വായിക്കത്തില്ല, നീ അകത്ത് വായിച്ചാ മതി. നീ പോയി അകത്ത് വായിച്ചേ. പോത്ത് പോലെ വളർന്നു. എന്താ വരാ? നീ മോശമൊന്നുമില്ല, നീ മോശമൊന്നുമില്ല കേട്ടോ. ഇത് പഠിക്കണി മര്യാദയ്ക്ക്. ശബ്ദം കേൾക്കരുത് വെളിയിൽ രണ്ടിന്റെ. അയ്യോ അർജുനേട്ടാ, ഓഫീസിൽ ഭയങ്കര പണിയായിരുന്നു, അതാ താമസിച്ചത്. എന്താ മോനെ വലിയ കണ്ണ് നിറഞ്ഞത്? സന്തോഷം കൊണ്ട് അർജുനേട്ടാ. ഇങ്ങനൊരു കാഴ്ച കാണാൻ ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുന്നെന്നറിയാവോ? അമ്മേ, അയ്യോ എന്തിനാ അമ്മയെ വിളിക്കുന്നേ? വന്നൊന്ന് പറയണ്ടേ? അർജുനേട്ടൻ വന്നു. അയ്യോ നീ നേരത്തെ വന്നു ഓഫീസിൽ നിന്ന്. ഇതെന്തോ നിന്റെ കയ്യില്? ഇത് ഇച്ചിരി പുഴമീനമ്മേ. പുഴമീനോ? എവിടുന്ന് കിട്ടി? അത് വാങ്ങിച്ചു. എന്താ ഇവിടെ ഒരു ചേർനാറ്റം? നിന്നെയാന്നോ? നിന്നെയാ? ഏത് ചേർനാത്ത് പോയി കിടന്നോ? അത് ഞാൻ ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയായിരുന്നമ്മേ, അത് ശരിയാക്കാൻ വേണ്ടി അവിടെ പോയപ്പോ പറ്റിയതാ. അയ്യേ, കുടിവെള്ളത്തിനകത്ത് മുഴുവൻ ചെളിയാണോ? ആ ചെളിയാ. അയ്യേ, എന്തിനടി കരയുന്നേ? സന്തോഷം കൊണ്ടാമേ. വൈകുന്നേരങ്ങളിൽ ഓഫീസ് വിട്ട് മീനുമായി വരുന്ന ഭർത്താവ് എന്റെ സ്വപ്നമായിരുന്നു. നീ സുഹൃതം ചെയ്തോളാം മോനോലി, അതുകൊണ്ടല്ലേ എന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത്. മതി മതി മതി, കൂടുതൽ വിശേഷം ഒന്നും പറയണ്ട. മീനം കൂട് കൊണ്ട് കറി വെക്കട്ടെ. കൊണ്ടുപോയി കുടമ്പളി ഇട്ട് കറി വെക്കും. സമയം നോക്കി വന്നു ദുശകുലം. എടാ, നിന്നോട് ഞാൻ ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലയോ? പിന്നെ എന്തിനാ ഇപ്പൊ ചാടിക്കറി ഇങ്ങോട്ട് വന്നേ? അയ്യോ ഞാനായിട്ട് കയറി വന്നതല്ല, പിന്നെ? ബലവാൻ പറഞ്ഞിട്ട് വന്നതാ. ഇവർ രണ്ടുപേരും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. അപ്പൊ ശരി, പിന്നെ കാണാം. അയ്യേ, വീട്ടിൽ ആദ്യമായിട്ട് വന്ന് കയറി ഒരാളിനോട് പിന്നെ കാണാമെന്ന് പറഞ്ഞു വിടുന്നു. ഇത്ര മര്യാദ ഇല്ലാത്തവന്. സാറേ നമസ്കാരം. സന്തോഷം. കയറി വന്നാട്ടെ. നമുക്ക് ഇത് പുഴമീനുണ്ട്, അതൊക്കെ കറി വെച്ച് ഊണൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോവാം. ആരാ ഇങ്ങോട്ട് കറ? നീ പോയി കുടിച്ചേച്ച് വാ, ചേർന്നു പിള്ളേരെ. എന്തിനാ ഇയാൾ ഓഫീസിലാന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അമ്മ ചോറിനാൻ പറഞ്ഞത്. പുഴമീൻ റെഡി ആകുമ്പോഴേക്കേ എമ്പക്ക് 2 എണ്ണം അകത്ത് കയറി ചെന്ന് അടിക്കാം. ഞാനില്ല. ഷേ എന്നതാ ഇത്? സാധനം കയ്യിലുണ്ട്, നിങ്ങൾ റൂം റെഡി ആയിക്കോളും, ഇമ്പക്ക് അടിക്കാം. ഒരുപാട് അങ്ങോട്ട് ഡീസന്റ് ആകരുതേ. അപ്പൊ മാന്യമായിട്ട് ജീവിക്കാനും സമ്മതിക്കത്തില്ല. അയ്യോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇയാളുടെ പൊട്ട കവിത ഞങ്ങൾ കേട്ടായിരുന്നോ? അതിന്റെ ക്ഷീണം മാറ്റാനാ 2 എണ്ണം അടിക്കാമെന്ന് പറഞ്ഞ് കൂടുതൽ ജാട കളിക്കാതെ അങ്ങോട്ട് നടന്നേ. ചെല്ലുവോ? നാലെണ്ണം മതി. അങ്ങനെ വായിക്കുവാ. നടക്കും. ചോറ് ആ ഓക്കെ, കണക്ക് എടുത്തോ, മീനെടുത്തോ. ഭക്ഷണം റെഡിയായോ? മീൻകറിയുടെ മണം വന്നിട്ടേ വായിന് വെള്ളം വരുന്നു. ആദ്യം ഗസ്റ്റ് കഴിക്കട്ടെ. അതെ, ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഡാഡിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ ഈ വീട്ടിൽ വരുന്നത്. ആദ്യം അങ്ങേര് കഴിക്കട്ടെ. അതെ, പ്ലേറ്റ് കൊണ്ടുവച്ചാൽ അപ്പം ഓടി വന്നോളും രണ്ടും കൂടെ. ഇതുവരെ ഭക്ഷണം കാണാത്ത പോലെ. പോയി റെഡി അപ്പുറത്ത്. നന്നായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിലേ നാണക്കേടാ. ചെല്. എന്നിട്ട് പോടാ. എന്നിട്ട് പോടാ. കുറച്ച് കഴിഞ്ഞും കൂടെ കഴിച്ചാൽ എന്താ? ഇച്ചിരി പോലും വിശപ്പ് സഹിക്കാൻ മേല. പിള്ളേരുടെ ആക്രമണം കണ്ടാ തോന്നും ഇതുവരെ ഭക്ഷണമേ കണ്ടിട്ടില്ല. ഞാൻ ഇത് ഒരുപാട് കേട്ടതാ, പുള്ളിക്ക് പാടിക്കൂട്. അമ്മേ, നല്ല വെള്ളമാണെന്നാ തോന്നുന്നത്. സാരമില്ല, അവൻ്റെ കൂട്ടുകാരൻ ആദ്യമായിട്ട് വന്നതല്ലയോ. ഇല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കത്തില്ലയോ നമ്മളെ പേടിച്ചിട്ട് അവനിവിടെ ജീവിക്കുന്നതെന്ന്. സാരമില്ല സാരമില്ല. പുറകിലുണ്ട്, പാടിക്കൂട്. കഴിച്ചിട്ട് പോരെ? കഴിച്ചു കഴിഞ്ഞ് ഇരുന്ന് തരും. അമ്മേ ക്ഷമിക്കണോ, ഞങ്ങള് കമ്പനിക്ക് 2 എണ്ണം കഴിച്ചിട്ടുണ്ട്. ഓ അത് സാരമില്ല, ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും നടക്കുമെന്ന്. എന്നെയാണോ ഉദ്ദേശിച്ചത്? കഴിക്ക് ഇത് ഇവിടെ എന്നിട്ട് വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് കേൾപ്പിക്കാനാണ് വിളിച്ചോണ്ട് വന്നത് തന്നെ. ഞാൻ വിളമ്പിക്കോളാം. വിളമ്പി കേട്ടി. കാര്യം ഇതൊക്കെ എന്റെ വിധിയല്ലേ. മീൻകറി ഒഴിക്കട്ടെ. കൈക്ക് കുരുവൊന്നുമില്ലല്ലോ, കണ്ടി അങ്ങ് തിന്നെ. അമ്മച്ചി ആ തല കൂട്ടി എനിക്കറിയാം.
തല നിന്റെ തലയിൽ ഇരിപ്പുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോ ഇത് നിന്നോ തല. അത് കൊള്ളത്തില്ല, മുഴുവൻ ചെളിയാ. ഞാൻ ഇതുവരെ ഇങ്ങനെ നേരി പറ്റടാ. ഇപ്പൊ അച്ചാറ വേണ്ടെന്നറിയാം. എന്നാ. ഇത് ബ്ലേഡ് വെച്ചാണ് മീൻ അരിഞ്ഞത്. ശരി. കുഞ്ഞു കഷ്ണം. നല്ല പുഴമീനാ. അത് രസമാണ്. കഴിച്ചാട്ടെ. ശരി എടുത്തോ. നല്ല ടേസ്റ്റ് അതിന്റെ കഴിക്കാൻ പറയുമായിരുന്നു. കഴിക്കുക. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ നോക്കുന്ന കമലാസന? അല്ല, അമ്മയ്ക്ക് എന്നോടൊരു മുൻവൈരാഗ്യം ഉള്ളത് കൊണ്ടേ എന്നെയാണ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. കഴിക്കണം. ഓ അത് എന്നോട് ആരും പറയുന്നു വേണ്ട, ഞാൻ എടുത്തോളാം. തലക്കറി വേണോ? അമ്മേ 6 മാസത്തിന്റെ ഇടയ്ക്ക് ഓഫീസ് ഇന്നാണെന്ന് ഇളകി പറഞ്ഞത്. അർജുന്റെ കവിതയും പാട്ടും കഴിഞ്ഞ് ഫുള്ള് രസമായിരുന്നു. അവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ പറയരുത്. ഇന്നൊരുത്തൻ 10,000 രൂപ കൈക്കൂലിയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആട്ടി ഒഴിച്ച്. എപ്പോ? ഓഫീസ് വെച്ച്. ഇല്ലേ വിലാനെ? എപ്പോ? എനിക്കറിയില്ല. ഇതൊക്കെ ചെറിയ മീനുകളല്ലേ, ഇതിനെക്കാട്ടി വലിയ മീനുകൾ വന്ന് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കും. ഈ നമ്മ വമ്പൻ സ്രാവ് എന്നൊക്കെ പറയല്ലേ, അതേപോലത്തെ അതല്ലേ ഉദ്ദേശിച്ചത്? കൈക്കൂലിക്കാരൻ. അതന്നെ. ഈ കൈക്കൂലിക്കാരൻ മീനുകൾ എന്നാണ് ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്കാർ പറയുന്നത്. അതെ അതെ. ഈ എല്ലാം വെള്ളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഞാൻ എന്നും ഓഫീസ് പോകും. എന്നും ഓഫീസ് ഇത്രയും നല്ല രസകരമാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലാകുന്നത്. ഇനി ഞാൻ എന്നും വെള്ളത്തിലായിരിക്കും. വെള്ളത്തിലോ? വാട്ടർ അതോറിറ്റിയില്ലേ, വാട്ടർ അതോറിറ്റിയിലായിരിക്കും എന്നാ പറഞ്ഞത്. അതാ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഒരു കാര്യം. മൊത്തം കോഡ് ഭാഷ. എന്തായാലും എന്റെ മോനൊരു നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇനി എന്നും അവനെ ഓർപ്പിച്ചപ്പോ അതെ. ഞങ്ങളിനി ഇവനെ ലീവ് എടുക്കാൻ സമ്മതിക്കില്ല. ഇതുപോലുള്ള കൂട്ടുകാരന്മാരുള്ളതാ ഇവന്റെ ജീവൻ രക്ഷ. അതാ. എടാ കമലാസന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി മേലെ ഇവരുടെ കൂടെ നിന്നെ കണ്ടുപോകരുത്. കാര്യം എന്താന്ന് വെച്ചാ ഇവര് നിന്റെ കൂടെ ചേർന്ന ഇവര് കൂടെ ചീത്തയാവും. ഞാൻ വരുന്നില്ല. അത് കഴിച്ചേച്ച് പോകും, സമാധാനമായിട്ട് പോകും. കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇനി ഞാൻ ഏരിയയിലേക്ക് വേണ്ട വരണ്ട. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞിട്ടെ വിഷമം തോന്നി പിന്നെ എന്നെ വിളിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ തിരിച്ചു വിളിക്കത്തേ ഇല്ല. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു, അതെല്ലാം നീ കാരണമല്ലയോ കുളമായത്, ഇല്ലയോ? എന്തോ ഓരോന്ന് തോണ്ടുന്നേ. എനിക്ക് കിട്ടണ ഇത് എന്തോ കിട്ടണോ? ഇതാണോ? അതല്ല, ഇപ്പൊ അമ്മയുടെ വായിന്ന് കേട്ടില്ലേ, അതെനിക്ക് കിട്ടണം. കഴിക്കും, വേഗം കഴിക്കും. ഇതൊന്നും കേട്ടോന്ന് എന്റെ തൊണ്ടെന്ന് ആഹാരം ഇറങ്ങിയല്ല. ഇല്ല, പിന്നെ നീ ഇപ്പം വിഴുങ്ങുന്നതോ? വേണ്ടൊക്കെ തിന്നണ്ടടാ. അമ്മേ പുകഴ്ത്തി പറയാന്ന് വിചാരിക്കരുത്, ഭക്ഷണം വളരെ നന്നായിരിക്കുന്നു. എന്റെ മോളാ ഇതെല്ലാം ഉണ്ടാക്കിയേ. അതല്ലേ? എത്ര വീട്ടിൽ പോയി ഞാൻ ആഹാരം കഴിച്ചിരിക്കുന്നു. നീ ഇത് എണ്ടി തന്നെയാണ് നമുക്കറിയാം. പോടാ വേഗം. ഞാൻ ഇറങ്ങുക. മാറി കുഞ്ഞുങ്ങളെ. ശരി, അയിലച്ചാറും ചോറും തന്നിട്ട് വന്ന വർത്താനം. 4 കാലാ പോകുന്നേ. അമ്മേ മക്കളെ ഒന്ന് അങ്ങോട്ടേക്ക് ഒരു കാര്യം പറയാൻ, എനിക്കൊരു അമ്മേനോടൊരു കാര്യം പറയാനാ. പോ. അമ്മേ, എനിക്ക് അമ്മേനോടൊരു കാര്യം പറയാനുണ്ട്. അവസാനം ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ല എന്ന് പറയരുത്. ഇവിടുന്ന് അർജുനും പോണതേ ഓഫീസിലേക്കൊന്നല്ല, കമലാസനും അർജുനും കൂടി ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മീൻ പിടിക്കുന്ന പരിപാടിയാണ്. ആ മീനാണ് ഇപ്പം ഇപ്പോൾ തിന്നണത്. തോട്ടിൽ പോയിട്ട് മീൻ പിടിക്കുക, ഓഫീസിൽ പോകണമെന്നില്ല. ഇല്ല. പിന്നെ നാളെയും ഒരു പ്ലാൻ ഇട്ടത് ഈ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. ഓഫീസിൽ പോകുന്നതെന്നാണ് പറയുന്നത്, പക്ഷെ ഓഫീസിൽ പോകില്ല. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഞാൻ. ദൈവമേ, ഒരു തരത്തില് നന്നാകത്തില്ലെന്ന് വെച്ചു. ഞാൻ പോട്ടെ, ഓ പെങ്ങളെ പോട്ടെ, കാണാന്നാല്. അമ്മേ, മോനാലി ശ്രദ്ധിച്ച് കേൾക്കണം.
ഞാൻ ഓഫീസിൽ പോവാന്നേ. ഓഫീസിൽ പോവാ. അല്ല, രണ്ടുപേരും ഇവിടെ ഇരിക്കായിരുന്നു. ഓഫീസ് പണി ഇറങ്ങിയോ നീ? വലയൊക്കെ എടുത്തോ? മീന് പിടിക്കണ്ടേ? നിങ്ങളുടെ കോഡ് ഭാഷയല്ലേ മീന്? മീന്, ചെറിയ മീന്. ആ നെത്തോലിയൊക്കെ പിടിക്കണ്ടായോ? കൈക്കൂലിക്കാര് എടുത്തോന്ന് അവരെ പിടിക്കാനുള്ള വല എടുത്തോന്നാ നമ്മളെ ചോദിച്ചത്. വലയൊന്നും വേണ്ട. കണ്ട അല്ലാതെ എങ്ങനെ പിടിക്കുന്നേ? അല്ല, പിടിക്കാം. കൈക്കൂലി വാങ്ങിക്കാതിരിക്കാം, ഓടിക്കാം നമുക്ക്. ഓടിക്കാം. ഇല്ല, അപ്പൊ ചെന്ന് ഓടിച്ചേച്ചു വാ. പോട്ടെ. കൂടെ ആരേലും ഉണ്ടോ? ഇല്ല. ഒറ്റയ്ക്കാണോ? അപ്പൊ എന്തോടാ നോക്കുന്നേ? ഞാൻ താമസിച്ചു പോയല്ലേ? എന്നത് അർജുൻ ചേട്ടാ ഇത്? മണി 9:10 മെയിൽ ഉദിക്കും മുമ്പ് ഓഫീസിൽ ചെല്ലണം. അവിടെ എത്ര പേരാ കാത്തിരിക്കുന്നത്? പൈപ്പ് പൊട്ടി കാണും. പിന്നെ മീൻ പിടിക്കാൻ. വല വേണ്ടേ? വല വല കമലാസന ഇനി വാ. വാങ്ങിച്ചോ വാങ്ങിച്ചോ. എന്നാ ചേച്ചി? ഇനിയെങ്കിലും ഞാൻ തന്നില്ലേ? ദേവി എന്നോട് പൊറുക്കുകയല്ല. തീർച്ചയായും തരട്ടെ? തന്നോളൂ. എന്തെല്ലാം കുരുത്തക്കളാ ഒപ്പിക്കുന്നത്. മിണ്ടരുത്, മിണ്ടരുത്. ഒരു തരത്തില് നന്നാവത്തില്ലെന്ന് പറഞ്ഞ ഒരു തരത്തില് മതിയോ മതിയോ? എവിടെ പോന്നതാ? നിന്റെ ഒരു ഒന്നും ബാഗും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നവര് എവിടെ പോന്നതാ നീ? ഒരു തരത്തില് നന്നാവത്തില്ല. ഗുണം പിടിക്കാത്തവൻ, ഒരു ദാരിദ്ര്യം, ദരിദ്രം, രോഗി രോഗി. കല്ല് മേടിക്കാൻ നാളുണ്ടോ നിങ്ങൾക്ക്? പൈസ പെണ്ണിനെ കെട്ടിക്കാൻ പ്രായമായി.